വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ ഗൈസ് ഞാനിന്ന് റൈഡിന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം വോൾവോ സ്ലീപ്പറും കൊണ്ടാണ് നമ്മുടെ പുഞ്ചിരി ബസ് ഷാജി പാപ്പൻ എഡിഷനിലാണ് നമ്മളിന്ന് വണ്ടി കൊണ്ടുപോകുന്നത്. ബൈ ദ വൈ വീഡിയോ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് പോവാണ് ഗൈസ്. അപ്പം ഒരുപാടായി ഗൈസ് ഇതുപോലത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട്. ഞാൻ ലാസ്റ്റ് പോയതൊരു 1 മന്ത് മുമ്പായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സോളോ ട്രിപ്പൊക്കെ പോകുന്നത്. ഭയങ്കര രസമാണ് ഗൈസ്. കൂടെ ആരുമില്ല, ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പോവാം, വൈബാണ്. മഴയും മഴയെന്ന് പറഞ്ഞാൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. മഴ വന്നു, മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ വൈബടിച്ചങ്ങ് പോവുക. അതായത് ഇപ്പോൾ വളവും തീപൊക്കെയുള്ള റോഡായി ഇങ്ങനെ പറയണ്ടല്ലോ, ആക്സിഡൻറ്റ് പുറകെ വരും. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പോയേക്കാം ഗൈസ്. നല്ലപോലെ പേടിയാവുന്നുണ്ടേ, കാരണം ഞാൻ ഈ വോളും എനിക്ക് ഭയങ്കര പേടിയാക്കി ഓട്ടിക്കാൻ. സത്യം പറയല്ലോ, ധൈര്യം എന്തെന്ന് പറയാമല്ലോ കേട്ടോ. എന്തോന്നറിയോ, ഈ വോൾവോയ്ക്ക് ഭയങ്കര കൺട്രോളില്ലായ്മ. നമ്മളിപ്പം ഇങ്ങോട്ട് വളയ്ക്കുകയാണെങ്കിൽ വണ്ടി അങ്ങോട്ട് പോകും. പക്ഷേ ഈ വോൾവോയ്ക്ക് ഒരു കാര്യം പ്ലീസ്, അതിവരെ കമ്പനി അടിപൊളിയായിട്ട് ചെയ്യും. കംഫോർട്ട് എൻ്റെ പൊന്നെ മടുക്കത്തില്ല കൈസ്. നമുക്ക് ഓട്ടിച്ചാലും എത്ര ഓട്ടിച്ചാലും മടുക്കില്ല. അപ്പം ഈ റോഡെന്ന് പറയുകയാണെങ്കിൽ ഇത്തിരി ഭയങ്കര ഇതുള്ള റോഡാണ്, അതായത് ഇത്തിരി കുണ്ടും കുഴിയുള്ള റോഡാണ്. പക്ഷേ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഓഫ് റോഡ് കൂടും കേട്ടോ. പക്ഷേ കംഫർട്ട്, കാരണം ഇപ്പം ഫ്രണ്ടിൽ പോണ വണ്ടിയൊക്കെ ആണെങ്കിലോ ഭയങ്കര ആടിയില്ലേ പോകും. പക്ഷേ ഈ വണ്ടിക്ക് വെളിയിൽ ആടുന്നുണ്ടായിരിക്കും, പക്ഷേ അകത്തിരിക്കുന്ന ആൾക്ക് അതൊന്നും അറിയണ്ട. ഫുള്ളി കംഫർട്ട്. ഈ വണ്ടിയുടെ കാര്യം എന്ന് പറയുമെങ്കിൽ കയറ്റത്തിലൊക്കെ സ്പീഡ് പോകും, അത് വേറെ കാര്യം. സ്പീഡൊക്കെ പോകും, അതൊക്കെ നമുക്ക് സ്വാഭാവികമാണ്. നമ്മുടെ ഷാജി പപ്പൻ കണ്ണാടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ലെന്ന് വേണ്ടല്ലോ. ഓക്കെ, ഇവിടുന്ന് ഒരുപാട് ഡേഞ്ചറസ് റൂട്ടിൽ കൂടെയാണ് ഗൈസ് നമ്മളിന്ന് റൈഡിന് പോകുന്നത്. അപ്പോൾ എനിവേയ്സ് ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സന്തോഷം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമുക്ക് നേരെ പോയേക്കാം. നല്ല പേടിയൊക്കെ ആവുന്നുണ്ട്, എന്നാലും നമ്മൾ പേടിക്കണ്ടല്ലോ, നമ്മളുടെ കൂടെ ദൈവമുണ്ട്. കൈവിടുമോ ദൈവം? ആർക്കറിയാം. എന്നാലും നമ്മൾ ഒരു മാനതണ്ടം എന്നല്ലേ പറയുന്നത്, അതിൻ്റെ ഒരു പുറമേൽ നമ്മൾ വണ്ടി ഓടിച്ചങ്ങ് പോകണം. എങ്ങനെയെങ്കിലും എനിക്ക് ഈ റൂട്ട് തീർക്കണം ഗൈസ്, എങ്ങനെയെങ്കിലും. ഇതിപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകണൊരു കുറുക്ക് വഴി എടുത്താട്ടോ. എത്രയും സീനാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയില്ലേ. അപ്പോൾ അടുത്ത വേറെ ഒന്ന് പേടിക്കാനായി. എണ്ണ തീരുകയാണെങ്കിൽ റോട്ടിൽ കിടക്കാം, അടിപൊളിയായിരിക്കും. ഇവിടെ അങ്ങ് ഒരു പട്ടിക്കുഞ്ഞ് പോലും എനിക്ക് എണ്ണ മേടിച്ചുകൊണ്ട് വരുമൊന്നുമില്ല. ഇവിടെ പെട്രോൾ പമ്പും ഇല്ല, ശുഭ പോയിരിക്കും ഗൈസ്. എന്നാലും വേണ്ടൂലടേ, നമ്മൾ ഒരു ഇതിലങ്ങ് പോവാണ്, ഒരു ഫ്ലോയിലങ്ങ് സോളോ ട്രിപ്പെന്ന് പറഞ്ഞിറങ്ങിയതാ. ഈശ്വര, പൊടിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അയ്യോ സസ്പെൻഷൻ ഓണായി ഗൈസ്. ഓക്കെ ഗൈസ്, എന്ത് കുന്തമെങ്കിലും ആവട്ടെ, നമ്മൾ ഇന്ന് ഭയങ്കര ഡേഞ്ചറസ് റൂട്ടിൽ കൂടെ ഓട്ടിക്കാനായിട്ട് പോവാം. എന്ത് വേണേൽ സംഭവിക്കാം. ഈശ്വര, തുടക്കം ഗൈസ് നമ്മളൊരു ഫസ്റ്റ് വളവിലോട്ട് ചെന്നടാ. ഇത് വളയൂടാ ഇവിടെ. എൻ്റെ പൊന്നെ, ബാക്കിലെ ടയറിന് ഇത്തിരി ചരിവ് കൂടുതലായതുകൊണ്ട് കുഴപ്പമില്ലേ. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ അല്ലേ. അതായത് നമ്മളിങ്ങോട്ട് ഒടിക്കുകയാണെങ്കിൽ ഭാഗ്യം. അങ്ങനെ എനിക്കൊന്നും പറ്റില്ല, അങ്ങേർക്കൊന്നും പറ്റില്ല. ചെറിയൊരു സ്ക്രാച്ച്, അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടി റോക്കറ്റായോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. ഓക്കെ, ഇപ്പം ഗ്ലാസ് നല്ല, അതായത് അകത്ത് ഇൻറ്റീരിയറും വെളിയിൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്ത് വലിയ വാക്കല്ലേ, പ്രകൃതി രമണീയമായ സ്ഥലം. നല്ല എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇവിടെ ആൾക്കാർ വണ്ടി നിർത്തി തരുമെങ്കിൽ വലിയ കുഴപ്പമില്ല ഗീസ്. പക്ഷെ നിർത്തി തരാതെ വരുന്ന കുറേ അഹങ്കാരം പിടിച്ചവരുണ്ട് ഗീസ്. നമ്മളവരെ ഈ കൊക്കയിലങ്ങോട്ട് ഇടും. ഇടിച്ചിടുമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെന്നാൽ നേരെ വണ്ടി ഓടിച്ചങ്ങ് കപ്പലിൻ്റെയൊക്കെ കുറിച്ച് പോകാൻ വേറെ വൈബാണ് ഗീസ്. അപ്പോൾ നമ്മൾ കപ്പലിൻ്റെയൊക്കെ കുറിച്ച് ഇങ്ങനെ പോകാം കേട്ടോ. ഓളോ ട്രിപ്പ് തീറ്റി ട്രിപ്പ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് കുഴപ്പമില്ല. നമ്മളിങ്ങനെ കുറച്ച് ചായയൊക്കെ കുടിച്ചിങ്ങനെ പോകാൻ ഗൈസ് വൈബ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് പോകട്ടോ. അപ്പോൾ ഏകദേശം തട്ടി എൻ്റെ പുണ്ണി ഗൈസ്. ഈ വോൾവോയുടെ പാർട്സ് സോറി ഈ വോൾവോയുടെ പാർട്സിനൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ, മുടിഞ്ഞ റേറ്റാണ്. നിങ്ങൾക്ക് അറിയില്ല, ഞാനിത് ഒരു 1 മന്തായിട്ട് ഓട്ടിക്കുന്നതുകൊണ്ട് പറഞ്ഞാണേ. എൻ്റെ പൊന്നെ, അടുത്തത് ഇപ്പം തട്ടിയിരുന്നെങ്കിൽ കാര്യം തീരുമാനമാക്കിയാൽ മലയാളി. നമുക്കൊരു വോൾവോ സ്ലീപ്പർ എടുക്കണം പ്ലീസ്. ഞാൻ എൻ്റെ നാളത്തെ കുറേ ഒരു ആഗ്രഹമാണ് ഗീസ്, ഒരു വോൾവോ എടുക്കണമെന്ന്. ഞാൻ എന്താ പറഞ്ഞാൽ അധികം താമസിച്ചാലും ഞാനൊരു വോൾവോ എടുക്കും ഗീസ്. നമുക്ക് നോക്കാം ഗീസ്, പൈസയൊക്കെ സെറ്റായി വന്നാൽ നമുക്ക് ഒരു വോൾവോ ആയിട്ട് പുതിയ കാർ കൂടെ എടുക്കാം കേട്ടോ. ഇതെന്ത് കാർ വേണം നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം, നോക്കാം. ഓക്കെ, നമ്മളിതാ നേരെ വണ്ടി എടുത്തങ്ങ് പോവാണ്. എൻ്റെ പുണ്ണി, ഇത് കറക്റ്റ് കേരളമല്ലേ? കേരളത്തിലല്ലേ ഗൈസ് ഇങ്ങനത്തെ ആക്സിഡൻ്റൊക്കെ? വണ്ടി
വായുവിൽ നിൽക്കുന്നു. എടാ അതെന്താടാ? കൊള്ളാം. നമ്മളിപ്പോൾ ഓഫ് റോഡിലോട്ട് കയറി കഴിയാൻ തോന്നുന്നുണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ അറ്റത്തോളം ഓഫ് റോഡ്. കയറി ഓഫ് റോഡിന് കയറി ഗായ്സ്. വൈബ്. നമ്മളിതാ നേരെ ഓഫ് റോഡിന് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ പറഞ്ഞാലും എനിക്ക് ഒരൊറ്റ പാർട്ടേ ഉള്ളൂ ഗൈസ്. കാരണം ഇതൊരൊറ്റ പാർട്ടിനുള്ളതേ ഉള്ളൂ. കാരണം ചെറിയ റോഡാണ് ഗൈസ്. അപ്പം നമ്മൾ പാതിയും മുക്കാലും കംപ്ലീറ്റ് ചെയ്തു. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം പാർട്ട് 2 തൊട്ട് നിങ്ങളെ ബോറടിപ്പിക്കാൻ ആവശ്യമില്ല. ഒരൊറ്റ പാർട്ട് മതി എന്നാണ് എൻ്റെ ഒരു മാനദണ്ഡം. കുഴപ്പമില്ല, നമുക്ക് നേരെ പോയേക്കാം. പോതാ ഇവിടെ വീണ്ടും ഒരു വണ്ടി. ഇങ്ങനെ എന്ത് ഇടിച്ച് കയറ്റിയോളൂ ഇതിൻ്റെ ആ വണ്ടിയിലോട്ട്. ബൈ നിങ്ങൾ ലൈക്കും സബും ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഓക്കെ, നമ്മളെന്താ നേരെ പോവാണ് കേട്ടോ. കപ്പലിൻ്റെ കുറച്ച് ഇപ്പോഴും വായി കിടക്കുക. റെക്കോർഡ് ചെയ്യാനും പറ്റുന്നില്ല പുല്ലി. കുഴപ്പമില്ല, നമ്മൾ നേരെ വണ്ടി എടുത്ത് അങ്ങനെ പോവാണ് കേട്ടോ. ഇവിടെ ഒരു എമ്മണ്ടം വളവാണ്. എൻ്റെ പുഞ്ഞത് എന്തിരി വളവടാ. നമുക്കൊന്ന് വളച്ച് നോക്കാം. വളവണ്ടി. ഇതാണ് കൈസ് എനിക്ക് ഓൾവോ ഇഷ്ടമല്ലത്. ഞാൻ എടുക്കുന്നില്ല. ഓൾവോ എടുത്തുള്ള കുഴപ്പം ഇതാ. വണ്ടിയെ അതിൻ്റെ ഇഷ്ടത്തിന് പോവും. നമ്മൾ വിചാരിക്കുന്നത് വരില്ല. നമ്മുടെ കാറൊക്കെ ആണെങ്കിൽ ഒരൊറ്റ ഓടിക്കാൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഓടിച്ച് നമ്മൾ ബ്രേക്ക് പിടിച്ച് ഒന്നാലേ ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കാറൊക്കെ ആണെങ്കിൽ ഒരൊറ്റ ഓടിക്കാൻ നമുക്ക് ഓടിക്കാൻ പറ്റും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം കാറൊക്കെ ഇത്ര പാടില്ല, നമുക്ക് സുഖമായിട്ട് ഓടിച്ചെടുക്കാം. ഇത് ഇത്തിരി പാടൊന്നുമല്ല, ഭയങ്കര പാടാണ്. കാരണം ഇത് വലിയ വണ്ടിയായിട്ട് ഒടിഞ്ഞു വരാൻ പാടാണ്. ബാക്കിലെ ടയർ ജാമും കൂടെ ആയതുകൊണ്ട്, അപ്പോൾ ജാമും കൂടെ ആയിരിക്കണം ബാക്കിലെ ടയർ. എൻ്റെ പൊന്നെ വളഞ്ഞ് വരാൻ കൊല്ലം എടുക്കും. അത്ര പാടായിച്ച് വണ്ടി ഒടിഞ്ഞു വരാൻ. അതെന്താണ് ഈ വോൾവോയ്ക്ക് അത് മാത്രമാണ് റെഡിയാക്കാൻ. പക്ഷേ ഭയങ്കര ഫീച്ചോട്ടോ തന്നെയാണ്. വോൾവോയ്ക്ക് ആൾക്കിനൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റൂലടേ. അല്ലേ, നമ്മളെ കൊണ്ടൊന്നും പറ്റൂലടേ. കാരണം നമ്മൾ നല്ല അടിപൊളി വൈബിലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ചിൽ ബ്രോ ഞാനൊരു തംബ്ലെയിൻ എടുക്കാനായിട്ട് ഇവിടെ നിർത്തിയാണ് കേട്ടോ. നാക്കുന്നതിൽ എന്ത് പേരാണല്ലേ തംബ്ലെയിൻ എന്തൊക്കെയാണല്ലേ. ഓക്കെ, നമ്മളിതാ നേരെ വണ്ടി ബമ്പർ തെറിച്ചു പോയി. അവിടെ കയറി തട്ടിയെടുക്കുക. ആരാടെ ഇങ്ങനെയൊക്കെ റോഡ് പണി നോക്കുന്നേ? ഇത് ഓഫ് റോഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ബസ് കൊണ്ടുവരാൻ പറ്റൂലേ? കൊള്ളാമല്ല. റിവേഴ്സ് ഫസ്റ്റ്. ഓക്കെ, ഇങ്ങനെയൊക്കെ അവനാണ് കൈസ് റോഡ് ഉണ്ടാക്കി വെക്കുന്നത്. അവന് ഞാൻ എൻ്റെ മകൻ ഒരു സല്യൂട്ട് കൊടുക്കണ്ടല്ലോ. സല്യൂട്ട് ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഹെഡ്ലൈറ്റ് അടിച്ചപ്പോൾ നന്മയുള്ള ലോകമേ ആ പോലീസുകാരെ എനിക്ക് അവിടെ നിർത്തി തന്നു ഗൈസ്. അതാണ് ഈ നമ്മുടെ പോലീസുകാരുടെയൊക്കെ ഓരോരോ വെറൈറ്റികളെ. നമ്മൾ വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ലല്ലോ ഗൈസ്. അവരെല്ലാവരും നല്ല ആൾക്കാരല്ലേ. നമ്മുടെ സത്യത്തിന് വേണ്ടി പോരാടുന്ന ആൾക്കാരല്ലേ ഗൈസ്. ഞാൻ കളിയാക്കാറില്ല, നമ്മൾ സീരിയസ്ലി പറഞ്ഞല്ലോ ഒരു കാര്യം. ഞാൻ എല്ലാം കളിയാക്കാറില്ല, ചിലതൊക്കെ കളിയാക്കാറുള്ളൂ, വേറൊന്നും കളിയാക്കാറില്ല. ഓക്കെ, അപ്പോൾ പോലീസുകാരല്ലോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ തൂക്കിക്കൊണ്ടുള്ള ചാൻസ് ഉണ്ട്. ബൈ ദ വേ നിങ്ങൾ അങ്ങനെയൊന്നും കരുതരുത് കേട്ടോ. സോ ബൈ ദ വേ അല്ലല്ലോ, ബൈ ദ വേ അല്ലേ. ബൈ ദ വേ നിങ്ങൾ അങ്ങനെയൊന്നും കരുതരുത് കേട്ടോ. ഓക്കെ, നമ്മളത് ആ വണ്ടി മുമ്പ് ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഭയങ്കര ബോറായിരുന്നു. ഇപ്പം അൾട്രാ ഗ്രാഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കിട്ടിക്കുക നമ്മൾ ഒറിജിനാലിറ്റിയിൽ എങ്ങനെയാണ് ഇച്ചിരി വണ്ടി ഓടിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ മാനുഫാക്ചറിങ്, അതായത് ചെറിയൊരു മാറ്റം, അതായത് അതിൻ്റെ അടുത്തെത്തുന്നില്ല എന്ന് മാത്രം. കുറച്ചുകൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. മാനുഫാക്ചറിങ് വെച്ചാൽ ഉണ്ടാക്കിയതല്ലേ? അതെ ആണെന്ന് തോന്നണല്ലേ. വായിക്കൊള്ളാത്ത കുറേ പേരിന്ന് പറയുക ഗൈസ്. ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ഇങ്ങനത്തെ ഡ്രൈവിംഗ് ഒന്നും നിങ്ങൾ കാഴ്ച വെക്കരുത്. ഇത് ഞാൻ എൻ്റെ ഒരു ത്രില്ലിൽ അങ്ങ് ഓട്ടിച്ച് പോകുന്നതേ ഉള്ളൂ. മിക്കവാറും ഈ വീഡിയോ ലാസ്റ്റ് എൻ്റെ പൊടി പോലും കാണൂല എന്നുള്ളത് സത്യമാണ്. ആയിരിക്കണം. അവരോട് പോകാനാ ആയിരിക്കും ഗൈസ്. നമ്മളിതാ ഇവിടെ ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തേ പറ്റൂ. കാരണം മരം നിൽക്കുന്ന കേട്ടോ, അതൊരു പേടി. കാരണം മരത്തിൽ വല്ല ഒരഞ്ഞ് സ്ക്രാച്ചായി, പിന്നെ ഇടിയായി, ബഹളമായി, പൊന്നെ ഓർക്കാനേ വയ്യ. ഓക്കെ ഗൈസ്, നമ്മൾ നല്ലൊരു റോഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ ഇപ്പം നമുക്കൊന്ന് പറപ്പിച്ചാക്കാം കേട്ടോ. ഇവിടെ ഇത്രയും എൻ്റെ ഒപ്പിൻ്റെ ഗൈസ് ഭയങ്കര സ്കിൽസ് കേട്ടോ. അപ്പോൾ ഓക്കെ നമ്മളെന്താ നേരെ അങ്ങോട്ട് പോവാണ്. ഓക്കെ ബ്രോ സൈഡ് ബ്രോ. ഇപ്പോൾ അല്ല വണ്ടികൾ വരണം അല്ലേ, ഇവിടെ നിന്ന് വെക്കണം. അടിപൊളിയായിരിക്കും. ഓക്കെ, നമ്മൾ നേരെ അങ്ങോട്ട് വണ്ടി അങ്ങ് വെച്ച് പിടിക്കാം കേട്ടോ. കാരണം നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഓടിച്ച് പോകാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെന്താ നമ്മൾ നെക്സ്റ്റ് ടൈം വോൾവോ സ്ലീപ്പർ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. മുച്ചിയെ ശുദ്ധം പൊന്നാതെ എന്തുവാണോ സ്കില്ലെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പറയും, നിങ്ങൾ പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ, ആയിടണോ. ഓക്കെ, വണ്ടി ഇവിടെ ആക്കി. ഈ പണ്ടാരം പിടിച്ച സുന എൻ്റെ ഒരു വീഡിയോ മൊത്തം കോളാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ?
ഈ ഒരു ക്യാമറയിൽ എന്തിനാണ് ഇതിൻ്റെ ഉപയോഗം? വെറുതെ ആക്കി വെച്ചേക്കുക. നമ്മൾ നേരെ പോവാം കേട്ടോ. ഏകദേശം നമ്മൾ എത്താറായി. നമ്മളിപ്പം ഇതിൻ്റെ ഹാഫ് വേണ്ടി വരില്ല. ഇനിയിപ്പം തീരാറായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പാതി വേണ്ട വരില്ല. കാരണം അങ്ങോട്ടൊന്നും ഇനി റിസ്കി റോഡ്സ് ഇല്ല. കാരണം ഇതേ റോഡായിരിക്കുമല്ലോ അവിടെയും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഇറക്കി നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കാൻ ആവശ്യമൊന്നുമില്ല ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന 6 ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം ഇതിനെക്കൂടെ കിടക്കാച്ചൊരു വീഡിയോ ആയിട്ട് വരാം. സോ ബൈ ഗൈസ്.